അനുഭവിക്കാൻ ഒരു പ്രാവശ്യം കൂടെ ഇവന് ഭാഗ്യം നൽകിയ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ശ്രദ്ധിക്കണേ, നമ്മുടെ രക്ഷാനായകനായ ക്രിസ്തുവിന്റെ ഒരു പ്രഖ്യാപനമാണ്. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ കർത്താവ് വിളിച്ചു പറയുന്നു, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 37-38 വാക്യങ്ങളാണ് ഞാൻ ഉദ്ധരിച്ചത്. ഈ പുലരിയിൽ ദൈവശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ, വ്യത്യസ്ത ടൈം സോണുകളിൽ, വിവിധമായ ജീവിത സാഹചര്യങ്ങളിലായിരുന്നു കൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ, ആദിയായി എല്ലാ ദൈവകുഞ്ഞുങ്ങളെയും കരുണയുള്ള കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോട് ദൈവാലോചന പങ്കുവയ്ക്കാൻ കൃപയിൽ ആശ്രയിച്ച് എളിവൻ ക്രൂശിൽ മറയുന്നു. പ്രിയരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവിനെ പല നിഴലുകളായി, അലങ്കാരങ്ങളായി, ഉപമകളായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ കാറ്റായി, തീയായി, എണ്ണയായി, വീഞ്ഞായി, തൈലമായി, വെള്ളമായി, നീരുറവയായി, നദിയായി ഒക്കെ ഉപമിച്ചിട്ടുണ്ട്. ഇവിടെ യേശുക്രിസ്തു വിളിച്ചു പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അതൊക്കെ പണ്ടായിരുന്നേ, ജീവജലത്തിന്റെ നദിയൊക്കെ വറ്റിപ്പോയെന്നേ അങ്ങനെ പറയുന്നവരുണ്ട് കേട്ടോ. പക്ഷേ വചനം പറയുന്നത് അങ്ങനെയല്ല. ഒരു നദിയുണ്ട്. സ്തോത്രം. 46-ാം സങ്കീർത്തനം 4-ാം വാക്യം. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ചിലരെ ആത്മനദി സന്തോഷിപ്പിക്കുന്നില്ലെങ്കിൽ അതിന് കാരണമുണ്ട്. എന്താ കാരണം? അവർ ദൈവത്തിന്റെ വിശുദ്ധ നിവാസമായി തീർന്നിട്ടില്ല. അതാ കാരണം. മക്കളെ, പ്രപഞ്ച സൃഷ്ടാവായ മഹാദൈവത്തിന്റെ വിശുദ്ധ നിവാസമായ നിന്റെ ശരീരത്തെ അനുദിനം സന്തോഷിപ്പിക്കുന്നൊരു നദിയുണ്ട്. അതിന്റെ പേരാണ് ആത്മനദി. കുഞ്ഞെ, ദൈവത്തിന്റെ മന്ദിരമാണല്ലോ നിന്റെ ശരീരം, അത് മറക്കരുത് കേട്ടോ. അത്യുന്നതന്റെ തിരുനിവാസമാ. ഇതിനെ സന്തോഷിപ്പിക്കുന്നത് മദ്യവും മയക്കുമരുന്നുമല്ല കേട്ടോ. ഒരു നദിയുണ്ട്, ആത്മാവിന്റെ നദി. അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസമായ നിന്റെ ശരീരത്തെ സന്തോഷിപ്പിക്കും. ആമേൻ. പ്രിയരെ, ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് വെള്ളത്തിന്മീതെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തിക്കൊണ്ടാണെങ്കിൽ 2-ാം അധ്യായത്തിൽ ഏദനിൽ നിന്ന് പുറപ്പെടുന്ന നദിയായി പരിശുദ്ധാത്മാവ് അധികം മിഴിവോടെ തെളിഞ്ഞു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആത്മനദി കവിഞ്ഞൊഴുകിയാനുള്ള ഗുണങ്ങൾ അത് നാം അനുഭവിച്ചെന്നറിയണം. ഇതേക്കുറിച്ച് ഇന്ന് പുലരിയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 10 മുതൽ തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. അത് 4 ശാഖയായി പിരിഞ്ഞു. ഒന്നാമത്തേതിന് പീശോൻ എന്ന് പേർ. അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു. അവിടെ പൊന്നുണ്ട്. ആ ദേശത്തിലെ പൊന്ന് മേത്തരമാകുന്നു. അവിടെ ഗുൽഗുലുവും ഗോമേതകവുമുണ്ട്. 2-ാം നദിക്ക് ഗീഹോൻ എന്ന് പേർ. അത് കൂശ് ദേശമൊക്കെയും ചുറ്റുന്നു. 3-ാം നദിക്ക് ഹിദ്ദേക്കൽ എന്ന് പേർ. അത് അശൂരിന് കിഴക്കോട്ടൊഴുകുന്നു. 4-ാം നദി ഫ്രാത്താകുന്നു. ശ്രദ്ധിക്കൂ, പരിശുദ്ധാത്മാവിന്റെ നിഴലായി വചനമിവിടെ വെളിപ്പെടുത്തുന്ന 1-ാമത്തെ നദി ഏദനിൽ നിന്ന് പുറപ്പെടുകയാണ്. ഈ നദി നമുക്ക് ചില പാഠങ്ങൾ നൽകുന്നുണ്ട്, അനുഭവങ്ങൾ തരുന്നുണ്ട്, പ്രതീക്ഷകൾ തരുന്നുണ്ട്, പ്രത്യാശ നൽകുന്നുണ്ട്. വചനം പറയുന്നു, തോട്ടം നനയ്ക്കാനാണ് ഈ നദി ഒഴുകുന്നത്. ഏദൻ തോട്ടം നനയ്ക്കാനാണ് ഈ നദി ഒഴുകുന്നത്. ഏത് തോട്ടമാ? പ്രിയന്റെ തോട്ടം. ഏതാ ഏദൻ തോട്ടം? പ്രിയന്റെ തോട്ടമാ. കെട്ടിയടച്ച തോട്ടമാ. സുഗന്ധം വീശുന്ന തോട്ടമാ. പ്രിയൻ എഴുന്നള്ളുന്ന തോട്ടമാ. മക്കളെ, ഈ തോട്ടം പുതിയ നിയമസഭയ്ക്ക് നിഴലാണ്. ശ്രദ്ധിക്കണേ, എത്ര മനോഹരമായി കെട്ടിടം പണിതാലും പ്രിയൻ എഴുന്നള്ളി വന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, ആത്മനദി ഒഴുകി വന്നില്ലെങ്കിൽ അത് വെറും കെട്ടിടമാ, മറിച്ച് ദൈവസാന്നിധ്യമുള്ള സഭയാകത്തില്ല. ഹല്ലേലൂയ. ദൈവപുത്രൻ ജീവരക്തം ഊറ്റിക്കൊടുത്ത് നട്ട് നനച്ചു വളർത്തുന്ന തോട്ടം. ഈ തോട്ടം നനയ്ക്കാൻ പിതാവായ ദൈവം അയച്ചു തന്നതാണ് ആത്മനദി. മക്കളെ, ഞാനും നിങ്ങളും ദൈവത്തിന്റെ തോട്ടത്തിൽ നടുതലകളാകട്ടോ, നടുതലകളാ. മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് നദി സഭയാം തോട്ടത്തിൽ ഇല്ലെങ്കിൽ വരണ്ടുണങ്ങിപ്പോകും. ജീവൻ കാണത്തില്ല, ഫലം കാണത്തില്ല, നടുതലകൾ വാടി തളർന്നു നിൽക്കും. നമ്മുടെ ചുറ്റുമുള്ള ചില തോട്ടങ്ങളിൽ ഈ അനുഭവം കണ്ടിട്ടുണ്ടാകുമല്ലോ. ആത്മനദി നനയ്ക്കാത്തതാണ് കാരണം. അതിനും സഭയെന്നു പേര് കാണും. ദൈവത്തിന്റെ തോട്ടമെന്ന് വെറുതെ പറയാം. പക്ഷേ ആത്മനദിയുടെ സാമീപ്യമില്ലെങ്കിൽ പാഴും ശൂന്യവുമായി തീരും. അതല്ലേ വിശുദ്ധ പൗലോസ് പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ കൃഷിയാണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ, നീയും നിന്റെ സന്തതിയും ദൈവത്തിന്റെ നടുതലയാകട്ടോ. ഹല്ലേലൂയ. കെട്ടിയടച്ച തോട്ടമാണ് സഭയെന്ന് ഉത്തമഗീതം 4:12 ശലോമോൻ പറയുന്നു. ദൈവസഭയാകുന്ന തോട്ടം നനയ്ക്കാൻ ആത്മാവിന്റെ നദി പുറപ്പെടുകയാണ്. കുഞ്ഞെ, ആത്മനദി നിന്നെ നനച്ചില്ലെങ്കിൽ ഫലമുണ്ടാകത്തില്ല കേട്ടോ. ഇന്ന് എന്റെ പ്രിയപ്പെട്ടവർ കേൾക്കുന്ന ഈ സത്യവചനം ആത്മനദിയിലേക്ക് വേരുവാകാൻ തക്കവണ്ണം നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
ഏദൻ തോട്ടം നനയ്ക്കാൻ പുറപ്പെടുന്ന നദിക്ക് 4 ശാഖയുണ്ടെന്ന് കാണുന്നു. ഏതൊക്കെയാണ് ഈ ശാഖകൾ? എങ്ങോട്ടൊക്കെയാണ് ഈ ശാഖകൾ സഞ്ചരിക്കുന്നത്? അതിന്റെ ഗുണഫലങ്ങൾ എന്താ? ഇതൊക്കെയാണ് പരിശുദ്ധാത്മ സഹായത്താൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഹല്ലേലൂയ. ഇന്നത്തെ തിരുവചന ധ്യാനം എന്റെ പ്രിയപ്പെട്ടവരിൽ ആത്മഹത്യയുടെ തലോടൽ ആസ്വദിക്കാൻ ഇടയാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ ശാഖയുടെ പേര് പീശോൻ. പീശോൻ ആ വാക്കിന്റെ അർത്ഥം അടിയൊഴുക്ക്, കുത്തൊഴുക്ക് എന്നൊക്കെയാണ്. മക്കളെ, പരിശുദ്ധാത്മ നദിക്ക് ഇങ്ങനെയൊരു പ്രവർത്തനമുണ്ട്. എന്താ? ചിലതിനെ കുത്തി ഒഴുക്കി കൊണ്ടുപോകും. പീശോനുമായി നിനക്ക് ബന്ധമുണ്ടെങ്കിൽ ഇതിന്റെ കുത്തൊഴുക്ക് നിന്റെ ജീവിതത്തിലെ മലിനതകളെ ഒഴുക്കിക്കളയും. ആത്മനദി തഴുകി ഒഴുകുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരും. അപ്പോ ഹൃദയം കഠിനപ്പെടുത്താതെ അനുദമിക്കാൻ തയ്യാറായാൽ പീശോന്റെ കുത്തൊഴുക്ക് നിന്റെ മലിനതയെ തുടച്ചു മാറ്റും, യേശുവിന്റെ നാമത്തിൽ. ഇനി ഈ പീശോൻ കുത്തി ഒഴുകുന്നത് എങ്ങോട്ടാണെന്ന് നോക്കൂ. 2:11 പീശോൻ ചുറ്റും. ഏതാണ് പീശോൻ ചുറ്റുന്നു? ഹവീലാദേശം. അങ്ങനെയാ, അത് ഹവീലാദേശമൊക്കെയും ചുറ്റുന്നു. 32:11 കൊണ്ട് എഴുതിയിരിക്കുന്നത് അത് ഹവീലാദേശമൊക്കെയും ചുറ്റുന്നു. ഏതാണ് പീശോൻ ചുറ്റുന്ന ഹവീലാദേശം? അത് മനസ്സിലാക്കണമെങ്കിൽ 25-ാം അധ്യായത്തിലേക്ക് വരണം. 17-18 വാക്യങ്ങൾ. ഇസ്മായേലിന്റെ ആയുഷ്കാലം 137 സംവത്സരം. അവൻ പ്രാണനെ വിട്ടു മരിച്ച് തന്റെ ജനത്തോട് ചേർന്നു. ഹവീല തുടങ്ങി അശൂരിലേക്ക് പോകുന്ന വഴിയിൽ മിസ്രയീമിന് കിഴക്കുള്ള ഷൂർ വരെ അവൻ കുടിയിരുന്നു. അവൻ തന്റെ സകല സഹോദരങ്ങൾക്കും എതിരെ പാർത്തു. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പൈതലിന്റെ എതിരാളി പാർക്കുന്ന സ്ഥലമാണ് ഹവീല. ഇസഹാക്കിന് ഉൾക്കിടിലമുണ്ടാക്കുന്ന ദേശമാണ് ഹവീല. ശ്രദ്ധിക്കൂ, ഇസഹാക്കിന്റെ മുലകുടി മാറിയപ്പോൾ തുടങ്ങിയതാ ഇസ്മായേലിന്റെ ഉപദ്രവമെന്ന് ഉൽപ്പത്തി 21:8 നാം വായിക്കുന്നുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, ദൈവവേദനെ കുത്തി നോവിക്കുന്ന എതിരാളി പാർക്കുന്ന സ്ഥലമാണ് ഹവീല. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിന്റെ 11 മുതൽ ഇസ്മായേലിന്റെ സ്വഭാവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കരുണയുടെ കണികയില്ലാത്ത കാട്ടുകഴുത, സഹോദര സ്നേഹം തിരിച്ചറിയാത്ത കാട്ടുകഴുത, കനിവില്ലാത്ത ദുഷ്ടമൃഗം. ഹാഗാറിനോട് ദൈവം പറയുകയാണ്, നീയൊരു മകനെ പ്രസവിക്കും. അവൻ കാട്ടുകഴുതയെപ്പോലുള്ള മനുഷ്യനായിരിക്കും. അവന്റെ കൈ എല്ലാവർക്കും വിരോധമായിരിക്കും. അവൻ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കും. ആമേൻ. തോട്ടം നനയ്ക്കാൻ പുറപ്പെട്ട നദിയുടെ 1ാമത്തെ ശാഖയായ പീശോൻ കുത്തിയൊഴുകിയ സ്ഥലം ഹവീലയാണ്. ഇവിടെ പരിശുദ്ധാത്മാവ് പ്രിയപ്പെട്ടവർക്കൊരു ദൂത് കരുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് ദൂത് മക്കളെ? എതിരാളി വരുത്തിയ മുറിവിനെ ആത്മനദി തഴുകുമ്പോൾ ലോകം തരാത്ത സമാധാനം, ദിവ്യ സമാധാനം നീ ആസ്വദിക്കാറില്ലേ? അത് ആത്മനദിയുടെ പ്രവാഹം നൽകുന്ന സ്വർഗീയ അനുഭവമാണ്. അവൻ സ്വന്തം സഹോദരനായവൻ കാരണമില്ലാതെ കുത്തിവേദനിപ്പിക്കുകയാ, പരിഹസിക്കുന്നു. ഇസഹാക്കിന്റെ വേദന മറ്റുള്ളവരോട് പറയാൻ പോലും കഴിയത്തില്ല. സഹോദരനല്ലേ, അധികാരികളോട് പറഞ്ഞിട്ടും കാര്യമില്ല. അവരും പറയും, സഹോദരങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ലേ, ഞങ്ങൾ ഇടപെടുന്നില്ല. തിരിച്ചറിവില്ലാത്ത, മനസാക്ഷിയില്ലാത്ത, മനുഷ്യത്വമില്ലാത്ത, ദാക്ഷിണ്യമില്ലാത്ത കട്ടുകഴുതിയെപ്പോലെ പെരുമാറുന്ന സഹോദരൻ. അവൻ പാർക്കുന്ന ഹവീലയിൽ പരിശുദ്ധാത്മാവിന്റെ നദി ദൈവവേദന സാന്ത്വനം പകർന്നുകൊണ്ട് തഴുകിയൊഴുകുകയാ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവനെ ആഴത്തിൽ മുറിപ്പെടുത്തുന്ന ഹവീലയിലൂടെ പീശോൻ കുത്തിയൊഴുകുന്നത് ദൈവവേദലിന്റെ വേദന ഒപ്പിയെടുത്തുകൊണ്ടാകട്ടോ. പ്രൈസ് ദി ലോർഡ്. അതെ, വീണ്ടെടുക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങൾക്ക് ആശ്വാസം പകർന്നുകൊണ്ട് ഒഴുകുന്ന പീശോൻ ചുട്ടുപൊള്ളിക്കുന്ന അനുഭവങ്ങൾക്ക് സാന്ത്വനം പകർന്നുകൊണ്ട് ഇന്നും അനുസ്യൂതമൊഴുകുകയാണ്. ഹല്ലേലൂയ. സ്വജനത്തിൽ നിന്നും അനുഭവിക്കുന്ന പ്രതികൂലം ആരോടും പറയാൻ കഴിയാതെ ഉള്ളിൽ വെച്ച് ചുട്ടുനീട്ടുന്ന ജീവിതമേ, നിന്റെ വേദനയെ ഒഴുക്കിക്കളയാൻ ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. 1ാമത്തെ ശാഖ പീശോൻ. അത് കുത്തി ഒഴുകി ദൈവവേദലിന് ആശ്വാസം നൽകുന്നു. എതിരാളി നിരന്തരം കുത്തി നോവിച്ചിട്ടും പരിശുദ്ധാത്മാവാം ഹവീല ഒഴുകിയതുകൊണ്ട് മക്കളെ, നീ നശിച്ചുപോയില്ല കേട്ടോ, തകർന്നു പോയില്ല. മറിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ ഇന്നും ദൈവം നിന്നെ നിർത്തിയിരിക്കുകയാണ്. പീശോൻ എന്ന ആത്മപ്രവാഹം ഒഴുകിയതിന്റെ മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാ? അതും കൂടെ നോക്കാമല്ലോ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. 1ാമത്തെ ശാഖയ്ക്ക് പീശോൻ എന്നു പേർ. അത് ഹവീലാദേശമൊക്കെയും ചുറ്റുന്നു. അവിടെ പൊന്നുണ്ട്. ആ ദേശത്തിലെ പൊന്ന് മേത്തരമാകുന്നു. ഹവീല കുത്തിയൊഴുകിയ ദേശത്ത് മേത്തരമായ പൊന്ന് വെളിപ്പെടുകയാണ്. എന്താ പൊന്ന്? എന്താ മേത്തരമായ പൊന്ന്? പത്രോസ് പറയുന്നു, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാകുന്നു. അങ്ങനെയെങ്കിൽ മക്കളെ, പൊന്ന് വിലയേറിയ വിശ്വാസത്തെ കാണിക്കുന്നതാണ്. ഹല്ലേലൂയ. ശത്രു കഠിനമായി ഞെരുക്കുമ്പോൾ, മറ്റുള്ളവർ കുത്തി നോവിക്കുമ്പോൾ നിന്നെ തഴുകി തലോടി ആശ്വസിപ്പിക്കാൻ ഒഴുകിയെത്തുന്ന പീശോന്റെ കുത്തൊഴുക്ക് മക്കളെ
എത്ര വട്ടം നിന്നെ ആശ്വസിപ്പിച്ചിരിക്കുന്നു. ആശ്വാസം മാത്രമാണോ? അല്ലല്ലോ, മേത്തരമായ പൊന്ന് നൽകപ്പെടുന്നു. തീയിൽ ശോധന കഴിച്ച പൊന്നിനേക്കാൾ വിലയേറിയതാണ് അതിവിശുദ്ധ വിശ്വാസം. അതിവിശുദ്ധ വിശ്വാസം നൽകുന്നു. വിശ്വാസത്തിന്റെ മാറ്റുരയ്ക്കപ്പെടുകയാണ്. കുഞ്ഞേ, കഷ്ടതയുടെ കാഠിന്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓർത്തുകൊള്ളണം, നിന്റെ വിശ്വാസത്തിന്റെ മാറ്റു വർദ്ധിക്കുകയാണ്. അതിനുവേണ്ടിയാ പീശോനൊഴുകുന്നത്. അത് മറക്കരുത് മക്കളെ. സ്വന്തം ഭാര്യയുടെ വാക്കുകൾ യോബിനെ കുത്തിനോവിച്ചില്ലേ? അപ്പോൾ താൻ ഹവീലയുടെ അനുഭവത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. ആശ്വസിപ്പിക്കാൻ വന്ന സ്നേഹിതന്മാരും യഥാർത്ഥത്തിൽ അവനെ കുത്തിനോവിക്കുന്ന വ്യക്തികളായി മാറി. അവിടെയും യോബ് ഹവീലയുടെ വേദന അനുഭവിച്ചു. പക്ഷേ ഭക്തൻ പിറുപിറുത്തില്ല. അവന്റെ നാവിൽ നിന്നും അടർന്നു വീണ വാക്കുകൾ എന്താ? യഹോവേ, നീ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. യഹോവേ, നീ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഇന്ന് പുലരിയിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, എന്റെ ഈ പരിശോധന എന്നെ നശിപ്പിക്കാനല്ല, എന്നെ തിളക്കമുള്ളവനാക്കാനാണ്, എന്റെ വിശ്വാസത്തിന്റെ മാറ്റുരയ്ക്കാനാണ്, എന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരാനാണ്. പ്രൈസ് ദി ലോർഡ്. കുത്തി നോവിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ജീവിതമേ, പീശോന്റെ കുത്തൊഴുക്ക് നിന്റെ വിശ്വാസത്തിന്റെ മാറ്റു വർദ്ധിപ്പിക്കുമെന്നറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ശ്രദ്ധിക്കൂ, സഹോദരനോട് ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്. ആമേൻ. മറ്റുള്ളവർ നൽകിയ വേദന മറക്കാൻ ശീലിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്. മക്കളെ, ഇത് നിന്റെ വിശ്വാസത്തിന്റെ മാറ്റു വർദ്ധിപ്പിക്കും. ആമേൻ. പീശോൻ ഒഴുകിയെത്തിയപ്പോൾ ഹവീലയിൽ പൊന്നു മാത്രമല്ലല്ലോ, പിന്നെന്തുണ്ടായി? പിന്നെയും അനുഗ്രഹമുണ്ടായി. എന്താണ്? ഉൽപ്പത്തി 2:11. അവിടെ ഗുൽഗുലുവും ഗോമേതകവുമുണ്ട്. ഭക്തൻ നെഞ്ചു നുറുങ്ങിക്കരഞ്ഞ ഹവീലയിൽ, നിരന്തരം വേദനിപ്പിക്കുന്ന ഹവീലയിൽ മേത്തരമായ പൊന്നു മാത്രമല്ല, വിലയേറിയ വിശ്വാസം മാത്രമല്ല, ഗുൽഗുലുവും ഗോമേതകവും വെളിപ്പെട്ടു വരികയാണ്. എന്താ ഗുൽഗുലുവും ഗോമേതകവും? യഹോവയുടെ സന്നിധിയിൽ സൗരഭ്യം പരത്തുന്ന സുഗന്ധവർഗത്തിലെ ദ്രവ്യങ്ങളാണ്, സുഗന്ധദ്രവ്യമാണ് ഗുൽഗുലു. സ്തോത്രം. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിന്റെ 34 മുതൽ അത് കാണാം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, നീ നറുംപശ, ഗുൽഗുലു, ഹൽബാനപ്പശ എന്നീ സുഗന്ധവർഗവും നിർമ്മല സാമ്രാണിയും എടുക്കണം. അത് എല്ലാം ഒരു തൂക്കമായിരിക്കണം. ഉപ്പു ചേർത്ത് തൈലക്കാരന്റെ വിദ്യപ്രകാരം നിർമ്മലവും വിശുദ്ധവുമായ ധൂപവർഗം ആക്കണം. മനസ്സിലായോ? യഹോവയ്ക്ക് വിശുദ്ധമായ ധൂപവർഗത്തിലെ സുഗന്ധവ്യഞ്ജനമാണ് അതിവിശിഷ്ടമായ ഗുൽഗുലു. എന്താ ധൂപവർഗം? പ്രിയരെ, പ്രാർത്ഥനയെ കാണിക്കുന്നത് ധൂപവർഗം. വെളിപ്പാട് പുസ്തകം നോക്ക്, 8-ാം അധ്യായം 4-ാം വാക്യം. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോട് ചേർക്കുന്നതിനാണ് ധൂപവർഗം. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഇതിൽ നിന്നും ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് പറയുന്നത്? മക്കളെ, നിന്നെ വേദനിപ്പിക്കുന്ന ഹവീലയിൽ ആത്മസാന്നിധ്യം തഴുകിയൊഴുകുമ്പോൾ നിന്നിലെ വിശ്വാസത്തിന്റെ മാറ്റു വർദ്ധിക്കുക മാത്രമല്ല, വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോട് ധൂപവർഗം ചേർത്തപ്പോൾ ഭൂകമ്പമുണ്ടായെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അതുപോലെ അങ്ങനെയെങ്കിൽ കുഞ്ഞെ, നിന്റെ പ്രാർത്ഥനയിൽ ഗുൽഗുലു എന്ന ധൂപവർഗം ചേർക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ശക്തി വരും. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന ശക്തി പ്രാപിക്കും. പ്രാർത്ഥനയിൽ പോരാടാൻ നിനക്ക് സാധിക്കും. ഹവീലയുടെ വേദനയിൽ ഉള്ളം കലങ്ങി കഴിയുന്ന പ്രാർത്ഥന, ഉള്ളം കലങ്ങി അവൻ കഴിക്കുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, ആ പ്രാർത്ഥനയിൽ ദൈവകൃപയുടെ ധൂപവർഗം ചേർക്കുമ്പോൾ ക്ഷണത്തിൽ മറുപടിയാണ്, യേശുവിന്റെ നാമത്തിൽ. അങ്ങനെയാണെങ്കിൽ ഈ വേദന നിന്നെ നശിപ്പിക്കത്തില്ല മക്കളെ. ഈ പ്രതികൂലം കുഞ്ഞെ നിന്റെ ദോഷത്തിനല്ല, നിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കാനാണ്. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തി പകരാനാണ്. പ്രൈസ് ദി ലോർഡ്. മെത്തരമായ പൊന്നും ശ്രേഷ്ഠമായ ഗുൽഗുലുവും മാത്രമല്ലല്ലോ, തിരുവെഴുത്ത് എന്താ പറഞ്ഞത്? 2:11 വീണ്ടും വായിക്കൂ. അവിടെ ഗോമേതകവുമുണ്ട്. എന്താ ഗോമേതകം? അതിപരിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്ത മഹാപുരോഹിതനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിലമതിക്കാനാവാത്ത ഒരു രത്നമാണ് ഗോമേതകം. പുറപ്പാട് പുസ്തകം 28:9. മഹാപുരോഹിതൻ ധരിക്കുന്ന ഏഫോദിന്റെ ചുമൽക്കണ്ടങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ പേര് കൊത്തിയ 2 ഗോമേതക കല്ലുകൾ വയ്ക്കും. ഓരോ ചുമലിൽ ഓരോ ഗോമേതക കല്ലുകൾ. ഒരു കല്ലിൽ 6 ഗോത്രങ്ങളുടെ പേരും മറ്റേ 6 ഗോത്രങ്ങളുടെ പേരുകളും കൊത്തിയെടുത്ത് ചുമൽക്കണ്ടങ്ങളിൽ പിടിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ പീശോൻ ഒഴുകിയപ്പോൾ വെളിപ്പെടുന്നത് തിളക്കമേറിയ, മൂല്യമേറിയ ശുശ്രൂഷയുടെ ശ്രേഷ്ഠതയാണ്. മഹാപുരോഹിതന്റെ ചുമൽക്കണ്ടങ്ങളിൽ മാത്രമല്ല ഗോമേതകക്കല്ലിന്റെ സാന്നിധ്യമുള്ളത് കേട്ടോ. മാർപ്പതക്കത്തിലും, മഹാപുരോഹിതന്റെ മാർപ്പതക്കത്തിലും ഗോമേതകക്കല്ലുകളുണ്ട്.
ആർത്തി തോപിക്കുന്ന ഹവീലയിൽ പരിശുദ്ധാത്മാവാം പീശോനൊഴുകുമ്പോൾ മേത്തരമായ പൊന്ന്, വിലയേറിയ വിശ്വാസം വെളിപ്പെടുന്നു. പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിപ്പിക്കുന്ന ഗുൽഗുരു വെളിപ്പെടുന്നു. പരിശുദ്ധാത്മ നദിയുടെ സ്പർശനം നിന്റെ ശുശ്രൂഷയ്ക്ക് തിളക്കം വർദ്ധിപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അഭിഷിക്തനെ, ഈ വചനം നീ ഒന്ന് ഏറ്റെടുക്ക്. പരിശുദ്ധാത്മാവിന്റെ തലോടൽ നിന്റെ ജീവിതത്തിൽ ശുശ്രൂഷയ്ക്ക് തിളക്കം വർദ്ധിപ്പിക്കും. ഇല്ലെന്ന് പറയരുതേ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ മതി എന്ന് ചിന്തിക്കരുതേ. ആത്മാവിനെ പ്രാപിക്ക്, നിന്റെ ശുശ്രൂഷയ്ക്ക് തിളക്കം വർദ്ധിക്കും. കുജേ, എന്തെങ്കിലും തിയോളജിക്കൽ സെമിനാരിയുടെ ഉൽപ്പന്നമായല്ല, കഷ്ടതയുടെ, കണ്ണുനീരിന്റെ, വേദനയുടെ, യാതനയുടെ, പരിശോധനയുടെ ഹവീലയിലിരുന്ന് നെഞ്ചുരുകി കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ വിശ്വാസം മാറ്റുരയ്ക്കപ്പെടുന്നു. സഹോദരങ്ങളെ, പ്രാർത്ഥന ആവശ്യങ്ങൾ നിരത്തുന്ന ഇടപാടല്ല കേട്ടോ. ദൈവത്തിന് പ്രസാദമുള്ള സൗരഭ്യവാസനയായിത്തീരുന്നു. ശുശ്രൂഷയ്ക്ക് മാറ്റുവർദ്ധിപ്പിക്കുന്ന, ശുശ്രൂഷയെ അലങ്കരിക്കുന്ന ഗോമേതക കല്ലുകൾ അതേ ആത്മനദിയായ ഹവീലയുടെ കുത്തൊഴുക്കിൽ വെളിപ്പെടുന്നു. കൃപാവരങ്ങളെ വെളിപ്പെടുത്തുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ നദി. ചുരുക്കം വാക്കുകളിൽ വിശദീകരിച്ചാൽ, വേദനയുടെ നടുവിൽ ആത്മസാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞാൽ, സ്തോത്രം, പ്രാർത്ഥന സൗരഭ്യവാസനയായി മാറും. അവന്റെ വിശ്വാസത്തിന്റെ മാറ്റം വർദ്ധിക്കും. ശുശ്രൂഷയുടെ മഹത്വം വർദ്ധിക്കും. അവൻ അഗ്നിശോധനയിൽ ഉരുകിത്തെളിയുന്ന ദൈവദാസന്മാരുടെ ശുശ്രൂഷയ്ക്ക് മാറ്റേറുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കണ്ടിട്ടുള്ള വസ്തുതയാണല്ലോ. ഒന്നാമത്തെ ശാഖ പീശോൻ, അർത്ഥം കുത്തൊഴുക്ക്, അടിയൊഴുക്ക്. എങ്ങോട്ടാ ഒഴുകുന്നത്? വേദനിപ്പിക്കുന്ന ഹവീലാദേശത്തുകൂടെ. പരിശുദ്ധാത്മ നദിയുടെ തലോടൽ ആദ്യം അനുഭവിക്കുന്നത് വേദനയുടെ തലങ്ങളിലാണ്. ഉള്ളുരുകുന്ന വേദനയോടെ ദൈവസന്നിധിയിൽ ഹൃദയം പകരുമ്പോൾ ലഭിക്കുന്ന ആശ്വാസമുണ്ടല്ലോ, അത് പരിശുദ്ധാത്മാവ് നൽകുന്ന തലോടലാണ്, പരിശുദ്ധാത്മാവ് നൽകുന്ന സംതൃപ്തിയാണ്. ഏദനിൽ നിന്ന് പുറപ്പെടുന്ന നദിയുടെ രണ്ടാം ശാഖ, ഉൽപ്പത്തി 2:13. രണ്ടാം നദിക്ക് ഗീഹോൻ എന്നു പേർ. അത് കൂശ് ദേശമൊക്കെയും ചുറ്റുന്നു. ഗീഹോൻ എന്ന വാക്കിന്റെ അർത്ഥമെന്താ? അനന്ത കൃപകളെന്ന്, എണ്ണിത്തീർക്കാനാവാത്ത കൃപകൾ, കൃപയുടെ അത്യന്ത ധനം. പ്രിയപ്പെട്ടവരെ, ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം, പ്രാപിക്കണം. ഇല്ലെന്ന് പറഞ്ഞ് ഏത് തിയോളജിസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞാലും ആത്മനദിയുടെ ഒഴുക്കിൽ കൃപാവരങ്ങൾ വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും. പരിശുദ്ധാത്മനദിയുടെ രണ്ടാമത്തെ ശാഖ ഗീഹോൻ, കൃപ നിറഞ്ഞൊഴുകുന്ന ഗീഹോൻ. ഈ നദി കടന്നു പോകുന്നത് കൂശ് ദേശത്തുകൂടെയാണ്. ഇരുണ്ട ഭൂഖണ്ഡമെന്നല്ലേ ആഭൃഗ്യെ വിളിക്കുന്നത്? കൂശ് ഇരുണ്ട ഭൂഖണ്ഡമാണ്. ഇരുൾ നിറഞ്ഞ കൂശ് ദേശത്തുകൂടെ ഗീഹോൻ നിറഞ്ഞൊഴുകിയപ്പോൾ ആത്മാവിന്റെ കൃപ ആ ദേശങ്ങളിൽ വെളിച്ചം വീശുവാനിടയായി. കുഞ്ഞേ, ഇരുണ്ട പ്രദേശത്ത് ഗീഹോന്റെ പ്രവാഹം വെളിച്ചം പകരുമെങ്കിൽ ആത്മവരങ്ങൾ പ്രാപിച്ച ദൈവവൈതൽ കാലുകുത്തുന്ന ഇടങ്ങളിൽ നിന്ന് ഇരുട്ടിന്റെ ശക്തികൾ ഓടിയകലും. അന്ധകാരമൂർത്തികൾ അടിയറവ് പറയും. ആത്മാവിന്റെ വെളിച്ചം അവിടെയും നിറയും. സമയമില്ലല്ലോ, അടുത്ത ശാഖ നോക്കാം. മൂന്നാം നദിക്ക് ഹിദ്ദേക്കൽ എന്ന് പേർ. ഹിദ്ദേക്കൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഉഗ്രശബ്ദമെന്നാണ്. ഉഗ്രശബ്ദമുള്ള ഹിദ്ദേക്കൽ എങ്ങോട്ടാ ഒഴുകുന്നത്? അശൂറിന് കിഴക്കോട്ടൊഴുകുന്നു. ആരാണ് അശൂർ? വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്കെതിരായി പോരാടുന്ന ശത്രു സൈന്യമാണ് അശൂർ. അശൂർ രാജാവായ സൻഹേരീബ് ഭക്തനായ ഹിസ്കിയാവിനെതിരായി സൈന്യത്തെ അണിനിരത്തി ചരിത്രം നാം വായിക്കുന്നുണ്ടല്ലോ. അവന്റെ സേനാപതി റബ്ഷാക്ക് വെല്ലുവിളി മുഴക്കി, സത്യദൈവത്തെ വിട്ട് അശൂർ രാജാവിന്റെ ദുർദേവതകളെ സേവിക്കുമെങ്കിൽ വെറുതെ വിടാം, അല്ലെങ്കിൽ മുച്ചൂടും നശിപ്പിക്കും. ശത്രു അട്ടഹസിച്ചപ്പോൾ ഹിസ്കിയാവ് ദൈവസന്നിധി വീണ് കിടന്ന് കരഞ്ഞു. അന്ന് രാത്രി പുലരുന്നതിന് മുമ്പ് യഹോവയുടെ സൈന്യത്തിലെ ഒരു പടയാളി ഇറങ്ങി വന്ന് 1,85,000 അശൂർ പടയാളികളെ സംഹരിച്ചു. പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ, കണ്ണുനീരിന് മുമ്പിൽ ദൂതനിറങ്ങി വന്നപ്പോൾ അതിശക്തനായ അശൂർ സൈന്യം തകർന്നു തരിപ്പണമായി. അശൂർ നിസ്സാരന്മാരല്ല കേട്ടോ. അവരാണ് വടക്കേ രാജ്യമായി ഇസ്രായേലിനെ കീഴടക്കിയത്. ആ വിജയത്തിൽ മതിമറന്നാണ് തെക്കേ രാജ്യമായി യഹൂദയെ ആക്രമിക്കാൻ വന്നിരിക്കുന്നത്. പക്ഷേ ഭക്തനായ ഹിസ്കിയാവ് കർത്താവിന്റെ മുൻപിൽ അഭയം പ്രാപിച്ചതുകൊണ്ട് യഹോവ അവന് വേണ്ടി യുദ്ധം ചെയ്തു. ശത്രുവിന്റെ ഉപദ്രവം നിമിത്തം നട്ടം തിരിയുന്ന ജീവിതമേ, ആത്മശക്തിയോട് ആരാധിക്കുക. സ്വർഗീയ സൈന്യം പാഞ്ഞെടുക്കുന്ന ഉഗ്ര ശബ്ദത്തോടെ പരിശുദ്ധാത്മാവാം ഹിദ്ദേക്കൽ നിനക്ക് വേണ്ടി പ്രവഹിക്കും. യേശുവിന്റെ നാമത്തിൽ ആത്മശക്തിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരുത്തനുമില്ല കേട്ടോ. ആമീൻ. മങ്ങിയും മയങ്ങിയും ആത്മശക്തിയിൽ മങ്ങിയും അല്ല കേട്ടോ. ആത്മശക്തിയിൽ ആരാധിക്കാൻ തയ്യാറായാൽ അശൂരിന്റെ പാളയത്തിൽ പാച്ചൽ തുടങ്ങും. ദൈവത്തിന്റെ സൈന്യം നിനക്കു വേണ്ടി ഇറങ്ങി വരും. വെട്ടേണ്ടതിനെ വെട്ടും, തകർക്കേണ്ടതിനെ തകർക്കും. ദൈവം തന്റെ കുഞ്ഞുങ്ങൾക്ക് സ്വസ്ഥത നൽകും. വേദനിപ്പിക്കുന്ന ഹവീലയെ തണുപ്പിക്കുന്ന പീശോൻ സ്വകാര്യ ദുഃഖങ്ങളെ ഒപ്പിയകറ്റും. ആത്മസാന്നിധ്യം വേദനകളെ തുടച്ചു മാറ്റും. മേത്തരമായ പൊന്ന്, തിളക്കമുള്ള വിശ്വാസം നിന്റെ ശുശ്രൂഷയ്ക്ക് തിളക്കം പകരും. കൃപാവരങ്ങളുടെ വെളിച്ചം പരത്തുന്ന ഗിഹോൻ, ഇരുട്ടു നിറഞ്ഞ ഹൃദയങ്ങളിൽ വെളിച്ചം വീശുന്ന പരിശുദ്ധാത്മാവ്, ശത്രുവിന്റെ നേരെ പാഞ്ഞെടുക്കുന്ന ഹിദ്ദേക്കലിന്റെ ഉഗ്രശബ്ദം അശൂറിന്റെ പാളയത്തിൽ ഉൾക്കിടിലമുണ്ടാക്കും.
ആത്മശക്തിയുടെ ആരാധന വെളിപ്പെടുമ്പോൾ അന്ധകാര ശക്തികൾ കിടിലം കൊള്ളും. കുറ്റപ്പെടുത്താനും വിമർശിക്കാനും ആളുണ്ടാകാം. പക്ഷേ യാഥാർത്ഥ്യം ആരാധനയിൽ അന്ധകാര ശക്തികൾ ഓടിയകലുമെന്നുള്ളതാണ്. ഏതിൽ നിന്ന് പുറപ്പെട്ട നദിയുടെ 4ാമത്തെ ശാഖ ഫ്രാത്താകുന്നു. പ്രിയപ്പെട്ടവരെ, ഫ്രാത്ത് എന്ന വാക്കിന്റെ അർത്ഥം ഫ്രൂട്ട്ഫുൾ, ഫലവത്തായതെന്നാണ്. പരിശുദ്ധാത്മാവിന് കുത്തൊഴുക്ക് മാത്രമല്ല കേട്ടോ, ഉഗ്രശബ്ദം മാത്രമല്ല കേട്ടോ, കൃപയും കൃപാവരങ്ങളും മാത്രമല്ല കേട്ടോ, ശാപനവിൻ ശ്രേഷ്ഠ ഫലങ്ങളുമുണ്ട്. 2025 കർത്താവിന്റെ പ്രിയപ്പെട്ടവരെ നമ്മെ കൈപിടിച്ചു നടത്തുന്നെങ്കിൽ വരമുള്ളവരായി മാത്രമല്ല, ആത്മാവിന്റെ ഫലങ്ങളാൽ നിറയപ്പെട്ടവരായി വിശുദ്ധ ജീവിതം നയിക്കാൻ നല്ല കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ. ഇന്ന് പുലരിയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറഞ്ഞതുപോലെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരിൽ നിന്ന് പോലും കുത്തി നോവിക്കുന്ന നൊമ്പരം ഏറ്റുവാങ്ങി മനസ്സു തകർന്നിരിക്കുന്ന യുവമക്കൾ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. ആരോടെങ്കിലും പറയാനോ നീർന്ന നൊമ്പരം പങ്കുവയ്ക്കാനോ കഴിയുന്നില്ല. കാരണം കൂടാതെ കുത്തി നോവിക്കുന്നത് വേണ്ടപ്പെട്ടവരാണ്, ആവശ്യങ്ങളിൽ കരുതാൻ കടപ്പെട്ടവരാണ്. വിവരിക്കാൻ കഴിയാത്ത വേദനയിൽ പിഴയുന്ന ദൈവത്തിന്റെ പൈതലെ, ഹവിയിലെ നനയ്ക്കുന്ന വീശോൻ ഇന്ന് പുലരിയിൽ നിന്റെ നൊമ്പരം ഒഴുക്കിക്കളയുകയാണ്. നീ കരഞ്ഞത് വെറുതെയാകില്ല. മേത്തരമായ പൊന്ന്, വിലയേറിയ വിശ്വാസം ദൈവം നിനക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന വെറുതെയാകില്ല. കർത്താവ് നിന്റെ പ്രാർത്ഥനയിൽ കൃപയുടെ ധൂപവർഗം പകരുന്ന ദിനങ്ങൾ വരുന്നു. ആമേൻ. പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിക്കുന്ന ദിവസങ്ങൾ അടുത്തു വരുന്നു. അതേ മക്കളെ, നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ ഗോമേതക കല്ലുപോലെ തിളങ്ങുവാൻ കാലമായിരിക്കുന്നു. ആമേൻ. ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ വചനം കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ശുശ്രൂഷിക്കാൻ അവസരം നൽകിയ മഹാദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. പ്രിയരെ, ഈ സന്ദേശം മറ്റുള്ളവർ കൂടി പകർന്നു കൊടുക്കണേ. അത് സുവിശേഷ വേലയുടെ ഭാഗമാണല്ലോ. അങ്ങനെ ചെയ്താൽ കർത്താവ് പ്രതിഫലം തരാതിരിക്കില്ല കേട്ടോ. സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ്, പതിവ് പോലെ അടിമാലിയിൽ നിന്നും. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കണം കേട്ടോ. നമ്പർ ഇതാണ് 9072141834. കരുണയുള്ള കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.